ഫ്രം ഇന്ത്യ കണ്ടു സിനിമ. നമ്മുടെ നിവിൻ പോളി ചേട്ടൻ്റെ മികച്ച ദാരുണ്യമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള അഭിനയം വരുന്നത് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗംഭീര മൂവിയാണ്. കഴിഞ്ഞ ഈ സംവിധായകൻ്റെ മൂവി നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടാണ്. പക്ഷെ അതൊക്കെ മേലെയാണ് ഈ സിനിമ. ഡിജോ ജോസ് എന്ന സംവിധായകന്റെ മികച്ച കലാവിരുന്ന് തന്നെയാണ്. കാരണം ഡിജോന്റെ മുമ്പത്തെ ജനഗണമന മികച്ചൊരു ദൃശ്യം വരുന്നതായിരുന്നു. അപ്പോൾ ജനഗണമനയ്ക്ക് ശേഷം ഡിജോന്റെ മികച്ച ഡയറക്ഷനുള്ള സിനിമയാണ് മലയാളി ഫ്രം ഇന്ത്യ. മലയാളി പൊളിയാടാ മലയാളി പൊളിയാടാ മലയാളി ഫ്രം ഇന്ത്യ മലയാളി ഫ്രം ഇന്ത്യ പറഞ്ഞു. ഇപ്പൊ ഉണ്ടാക്കിയ പാട്ടല്ലേ ഇതിനു വേണ്ടി. അതാണ് അലിന്റെ കഴിവ്. കാരണം ഒരു നിമിഷം കൊണ്ട് പാട്ടുണ്ടാക്കും ഏത് സിനിമയിലാണെങ്കിലും. പിന്നെ ഇതിൽ നിവിൻ പോളിയെ കുറിച്ച് പറയുകയാണെന്ന് വെച്ചാൽ അദ്ദേഹം കുറേ വേഷങ്ങൾ നമുക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടെങ്കിലും ഈ സിനിമയിൽ വ്യത്യസ്തമായ വേഷം നല്ല രീതിയിൽ നേരത്തെ ചെയ്തിട്ടുണ്ട്. കാരണം 1983 ആണെങ്കിലും തുറമുഖമാണെങ്കിലും പിന്നെ ഈ അടുത്തിറങ്ങിയ വർഷങ്ങൾക്ക് ശേഷമാണെങ്കിലും വ്യത്യസ്ത സിനിമ അനുഭവമായിരുന്നു. അപ്പോൾ വ്യത്യസ്തം നിറഞ്ഞ അനുഭവത്തിൽ നിന്ന് ജനപ്രിയ ചിത്രം തന്നെ പറയാം. ഇതിൽ കോമഡി ഉണ്ട്, ആക്ഷൻ ഉണ്ട്, സെന്റിമെന്റ്സ് ഉണ്ട്, ലവ് ട്രാക്ക് ഉണ്ട്, ഒരു പൊളിറ്റിക്കൽ കറക്ഷൻസ് ഉണ്ട്. എല്ലാം കൂടെ തന്നെ നിങ്ങൾക്ക് കാണേണ്ട പുതുതലമുറകൾ കാണേണ്ട നന്മ നിറഞ്ഞൊരു ഫാമിലി എന്റർടൈനർ ആയിരിക്കും. ഗൾഫ് മലയാളിയും കാണേണ്ട സിനിമയാണ്. ഓരോ ഇന്ത്യക്കാർക്കും ഓരോ നാട്ടിലും ഓരോ മലയാളി ഉണ്ടാവും. ഓരോ മലയാളിയും തീർച്ചയായിട്ടും കാണേണ്ട നിവിൻ പോളിയുടെ അതിസാഹസികമായിട്ടുള്ള അതിഗംഭീരമായിട്ടുള്ള അഭിനയ ജീവിതത്തിലെ നിവിൻ പോളിയുടെ ഗംഭീര അഭിനയമാണ്. സലീം കുമാറായിട്ട് മികച്ചതായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഒരു ത്രൂ ഔട്ട് നിവിൻ പോളി സിനിമയിൽ ചെറിയ റോള് സലീമേട്ടൻ ചെയ്തു. പിന്നെ മഞ്ജു പിള്ള മികച്ചതായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. മഞ്ജു പിള്ളയുടെ മികച്ച അമ്മവേഷമാണ്. മിസ്റ്റർ ബട്ട്ലറിന് ശേഷം മികച്ച വേഷമാണ്. പിന്നെ ഫാമിലിയിലും ശേഷം മികച്ച അമ്മവേഷമാണ് നമ്മുടെ മഞ്ജു പിള്ള ചെയ്തിരിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു ക്യാരക്ടർ നമ്മുടെ ധ്യാൻ ശ്രീനിവാസനും നിവിൻ പോളിയുടെ ഒരു കൂട്ടുകെട്ട് മികച്ചതായിട്ട് തോന്നി ഫസ്റ്റ് ഹാഫിൽ. പിന്നെ നമ്മുടെ അൻസർ രാജന്റെ മികച്ച. അപ്പോൾ എല്ലാ മലയാളിയും തീർച്ചയായിട്ടും കാണേണ്ട നിവിൻ പോളി ചിത്രമാണ്. ഡിജോ ജോസിൻ്റെ ഗംഭീര ഡയറക്ഷനുമാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും കാണേണ്ട ഒരു മലയാള ചിത്രമാണ്. തുറമുഖമാണെങ്കിലും നമ്മുടെ വർഷങ്ങൾക്ക് ശേഷമാണെങ്കിലും നമ്മുടെ ഈ അടുത്തിറങ്ങിയ ബോസാങ്കോയാണെങ്കിലും ബോസാങ്കോനൊക്കെ ശേഷം മികച്ചൊരു തിരിച്ചൊരു ചിത്രമാണ് മലയാളി ഫ്രം ഇന്ത്യ. ഓരോരോ ഇന്ത്യക്കാർക്കും ഓരോ ഗൾഫ് നാട്ടിലും ഓരോ മലയാളി ഉണ്ടാവും. മലയാളികൾ സ്നേഹിക്കുന്ന ഈ മലയാളി ഫ്രം ഇന്ത്യ തീർച്ചയായിട്ടും കാണാൻ നിവിൻ പോളിയുടെ മികച്ച ചിത്രമാണ്.